യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായവും 12-ാമത്തെ അധ്യായവും നമുക്കറിയാവുന്ന 2 അധ്യായങ്ങളാണ്. ബേഥാന്യ എന്ന സ്ഥലത്ത് നടന്നതായിരിക്കുന്ന സംഭവമാണ്. മാർത്ത മറിയ അവരുടെ ഭവനത്തില് ലാസർ എന്ന ഒരാൾ രോഗിയായി കിടന്നതും ആ വിവരം കർത്താവിനെ അറിയിച്ചതും കർത്താവ് അത് ഗവനിക്കാതെ 3-4 ദിവസം കൂടെ ഇരുന്ന സ്ഥലത്ത് ഇരുന്നതും പിന്നെ അവിടേക്ക് പോയതും എല്ലാ സംഭവങ്ങളും നമുക്കറിയാം. ബേഥാന്യം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് പുതിയ നിയമത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ്. ആ കുടുംബത്തോട് എനിക്കൊരു സഹതാപമുണ്ട്. പ്രായപൂർത്തിയായ 2 സ്ത്രീകള്, മാർത്തയും മറിയും, അവരുടെ 40കളിലൊക്കെ ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. ലാസറ് 10-30 വയസ്സ്, 35 വയസ്സൊക്കെ കാണും. 3 പേരും അവിവാഹിതരാണ്. 2 പെങ്ങന്മാര് കല്യാണം കഴിപ്പിച്ചിട്ടില്ല, ഒരു ബ്രദറുള്ളത് കല്യാണം കഴിച്ചിട്ടില്ല. അതൊരു സങ്കടകരമാണ് അല്ലേ? അവരെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടാണ്. കാരണം കുഷ്ഠരോഗിയായ ശിമോന്റെ മക്കളാണിത്. കുഷ്ഠരോഗം ബാധിച്ച് മരിച്ച അപ്പനും അമ്മയും ആയിരുന്നിരിക്കും. അതുകൊണ്ട് അവരുടെ മക്കളെ ആരും കല്യാണം കഴിക്കില്ല. കുഷ്ഠരോഗം എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിന് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരു 20 വർഷം കൊണ്ട് അത് കുഷ്ഠമായിട്ട് പുറത്തു വരുന്ന 20 വർഷം. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊച്ചു പിള്ളേരെ ഒന്നും കുഷ്ഠരോഗികളെ കാണാറില്ല. കുഷ്ഠരോഗികളെല്ലാം 40, 45, 50 വയസ്സായവരാ. 5, 8, 10 വയസ്സായ കുഷ്ഠരോഗികളെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം കുഷ്ഠരോഗികളുടെ മക്കളാണെങ്കിലും അവർ കുഷ്ഠരോഗം വരാനായിട്ട് 10, 25, 30 വർഷമൊക്കെ അവരുടെ ജീവിതത്തിലെടുക്കും. അപ്പൊ അതുകൊണ്ട് ആരും റിസ്ക് എടുക്കില്ല. കല്യാണം കഴിച്ച് 5 കൊല്ലം കഴിയുമ്പോൾ കുഷ്ഠരോഗിയായി പോയാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ കർത്താവ് എന്താ അവർക്കൊരു കല്യാണം ക്രമീകരിച്ച് കൊടുക്കാഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. അവര് ഒരു ഗ്യാരണ്ടിയെ കൊടുക്കാമല്ലോ, ഇവരെ കുഷ്ഠരോഗികളാവില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചു എന്ന്. കർത്താവ് അങ്ങനെ കല്യാണാലോചനയും കൊണ്ട് പോയിട്ടില്ല. ആർക്കും വേണ്ടി കർത്താവ് കല്യാണം ആലോചിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. സ്വത്ത് വിഭാഗിച്ചു കൊടുക്കാനായിട്ട് ഒരാൾ എന്ന് പറഞ്ഞ കർത്താവ് വരെ ചാടിച്ച കാര്യം നമുക്കറിയാം. ശവസംസ്കാരവും കല്യാണം ഇത് രണ്ടിനും കർത്താവ് പോയിട്ടുണ്ട്. ബേഥാന്യയിലെ കാനായിലെ കല്യാണത്തിന് പോയി, അതുപോലെ ശവം സംസ്കാരത്തിന് കർത്താവ് പോയിട്ടുണ്ട്. ബേഥാന്യ മാത്രമല്ല, വേറെ സ്ഥലങ്ങളിൽ മരിച്ചവരെ വീടുകളിൽ പോവുകയും ഉയർപ്പിക്കുകയും ഒക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിപത്തുകളിലും അതുപോലെ ദുഃഖങ്ങളിലും ഒക്കെ കർത്താവ് പങ്കെടുക്കുന്ന ആളാണ്. എന്നാൽ നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിൽ കർത്താവ് അങ്ങനെ ഭൂമിയിൽ വന്നപ്പോൾ താനെ മുൻകൈ എടുത്തില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇന്ന് കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ. അപ്പൊ അങ്ങനെ ഒരു കുടുംബമാണ് ബേഥാന്യയിലെ കുടുംബം. അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബത്തോട് പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അവിവാഹിതരായി ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടി വന്നാലും ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കും, സേവിക്കും എന്ന് പറയുന്ന ഒരു കുടുംബം. ഇന്നത്തെ കാലത്ത് ആളുകൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമല്ലോ. നമ്മുടെ ഇടയിലെ വിവാഹത്തിന് ആളെ കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വിവാഹം കഴിക്കും. അവിശ്വാസികളെ പോലും വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. അവർ ആത്മാർത്ഥമുള്ളവരാ. നമ്മുടെ ഇടയിലൊക്കെ അവർ അന്വേഷിക്കും, കുറച്ചു കാലമൊക്കെ അന്വേഷിക്കും. പക്ഷേ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പറയും, ഇനി ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് കാര്യമില്ല, ബസ്സൊന്നും വരുമെന്ന് തോന്നുന്നില്ല, ബസ്സുകൾ ധാരാളം പോകുന്നു, വേറെ ഏതെങ്കിലും റൂട്ടിലേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് അവർ പോകും. എവിടെയെങ്കിലും പോയി കത്തോലിക്കലോ എവിടെയെങ്കിലും ഒക്കെ പോയി അങ്ങനെ കല്യാണം കഴിക്കും. ചിലപ്പോൾ വിശ്വാസികളെ തന്നെ വേറെ സമൂഹങ്ങളിലൊക്കെ പോകും. പക്ഷെ ഈ ബേഥാന്യയിലെ കുടുംബം അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് നമ്മൾ കാണുന്നത്. അവരുടെ വിവാഹത്തെ കുറിച്ച് ഒന്നും കൂടെ പറയുന്നില്ല. ബേഥാന്യയിൽ മാർത്ത മറിയുന്നവരുടെ സഹോദരിമാരും അവർക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ ഏക സഹോദരൻ മരിക്കുകയൂടെ ചെയ്തു. യഹൂദന്മാരുടെ നിയമം നമുക്കറിയാം. സ്വത്തുക്കൾക്ക് അവകാശം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. അപ്പോ മക്കളില്ലാതെ, ആൺമക്കളില്ലാതെ ഒരു സ്ത്രീ മരിച്ചാൽ അവരുടെ ബന്ധുക്കൾ സ്വത്തെല്ലാം എടുക്കും. ഇവരെ വെറും കൈയോടെ പറഞ്ഞയക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അനാഥരുടെയും വിധവമാരുടെയും ദൈവമെന്ന് കർത്താവ് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം സമൂഹത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല. പഴയ നിയമത്തിൽ നമുക്കറിയാം, സെലോഫഹാദിന്റെ പുത്രിമാർ വന്ന് മോശയോട് പറഞ്ഞത്, ഞങ്ങളുടെ അപ്പന് ആൺമക്കളില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് അവകാശം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ അവകാശമില്ലാത്തവരായിട്ട് ഞങ്ങൾ പോകേണ്ടി വരും എന്ന് പറയുകയും ദൈവം അത് അനുവദിച്ചു. സഹോദരന്മാരുടെ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിച്ചോണം. കാരണം ഗോത്രം മാറി സ്വത്തുകൾ പോകാൻ അനുവാദമില്ല പഴയ നിയമം. ഓരോ ഗോത്രത്തിനും കൊടുത്തുള്ള സ്വത്ത് അവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അപ്പന്റെ സഹോദരന്റെ മക്കളെ അവർ വിവാഹം കഴിച്ച് അങ്ങനെ സ്വത്തുക്കൾ ആ കുടുംബത്തിൽ തന്നെ നിർത്തി. അപ്പൊ ലാസർ മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മാർത്തയ്ക്കും മറിയ്ക്കുള്ള ചോദ്യം ഇനിയിപ്പോ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നുള്ളതാണ്. അവരുടെ ഇളയപ്പന്മാരും കുടുംബത്തിലെ മറ്റാളുകളും പറയും, മാരത്തറാന്ന് പറയും, ഇത് ഞങ്ങളുടെ സ്വത്താന്ന് പറയും, കുടുംബ സ്വത്താണ്, ഞങ്ങൾ പെണ്ണുങ്ങളാണ്, നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയും.
അപ്പൊ ആ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവരെ ഇങ്ങനെ ചെന്നു ചേർന്നതായിരിക്കുന്ന സാഹചര്യത്തിന്റെ ഗൗരവമൊക്കെ നമുക്കറിയും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പെൺപിള്ളേർ തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചെന്താ? അപ്പൻ്റെ സ്വത്തിന് അവകാശമുണ്ട്. അതെ, അതുകൊണ്ട് നമുക്ക് അതിന്റെ ഗൗരവം ഒക്കെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും വിധവയായ ഒരു വിധവയായ ഒരു സ്ത്രീയുടെ മകൻ മരിക്കുന്ന ഒരു ശവസംസ്കാര വേളയിൽ കർത്താവ് പെട്ടെന്ന് മഞ്ചത്വത്തോട് നിർത്തി നിൽക്കാൻ പറഞ്ഞു. അവള് വിധവയും അവളുടെ ഏകമകനുമാണെന്ന് പറഞ്ഞു. കർത്താവിനെ ഉയർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. അതെ, കർത്താവ് അങ്ങനെ പ്രത്യേക കരുണ കാണിച്ചു. അങ്ങനെ എല്ലാ ശവസംസ്കാരത്തിലും കർത്താവ് മഞ്ചം നിർത്തി ആളുകളെ ഉയർപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ചെയ്യേണ്ടത് ഒരു ആവശ്യമായിരുന്നു. കാരണം ആ ശവസംസ്കാരം കഴിഞ്ഞാൽ ആ വിധവ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം. യഹൂദന്മാരൊന്നും അങ്ങനെ കരുണ കാണിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. കരുണയുടെ സ്വഭാവമുള്ള ആളുകൾ കാണും, പക്ഷേ വർഗീയമായിട്ട് അങ്ങനെ കരുണയൊന്നും കാണിക്കുന്നവരല്ല. ഷേക്സ്പിയറിന്റെ മെർച്ചന്റ് ഓഫ് വെനീസ് നമുക്കറിയാമല്ലോ. മെർച്ചന്റ് ഓഫ് വെനീസിലെ ആ മെർച്ചന്റ് എന്ന് പറയുന്നത് യഹൂദനാണ്. ഒരു റാത്തിൽ മാംസം എന്ന് പറഞ്ഞാൽ ഒരു റാത്തിൽ മാംസം, വേറെ കരുണയൊന്നും കാണിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് അതിലെ ഷേക്സ്പിയർ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലാസർ രോഗിയായിട്ടൊക്കെ മരിച്ചു. ഒരു വല്ലാത്ത സാഹചര്യമാണ്. മാർത്തയും മറിയും കർത്താവിനോട് പിണങ്ങിയായിരിക്കുന്നു. മറിയാതെ വളരാൻ പിണങ്ങി. മറിയ ഒരു മെലങ്കോളിക്കാണ്, വൈകാരികതയാണ് അവളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവള് അനങ്ങിയില്ല. പിന്നെ മാർത്ത ഒരു സൈക്കോളജി പ്രയോഗിച്ചു, ഗുരു നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു. കർത്താവ് വിളിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഒരു വിചാരം അവളൊരു തന്ത്രം പ്രയോഗിച്ചാണ്, എടീ ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഈ കഥ ഇങ്ങനെ വായിച്ചു, അതിൽ നിന്ന് എന്തെങ്കിലും പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അങ്ങനെ നമുക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, വളരെ പരിചയമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിച്ചു. 4 കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11:1 മുതൽ 57 വരെയും 12:1 മുതൽ 11 വരെയുള്ള വേദഭാഗം ദീർഘഭാഗങ്ങൾ, അത് രണ്ടും വായിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വേദഭാഗം എന്ന നിലയിൽ ഞാനത് വായിക്കുന്നില്ല. ഒന്നാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാം കർത്താവിനെ എത്ര സ്നേഹിച്ചാലും കർത്താവ് നമ്മെ എത്ര സ്നേഹിച്ചാലും ജീവിതത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നതാണ്. അതൊന്നും ഉണ്ടാവില്ലെന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് കർത്താവിനോട് സ്നേഹമാണ് എന്ന് മാത്രം, എൻ്റെ കർത്താവിന് എന്നോട് അതിനേക്കാൾ സ്നേഹമാണ്. സഹോദരിമാരെന്താ പറഞ്ഞത്? നിനക്ക് പ്രിയനായവനെന്നാ. നിന്നോട് സ്നേഹമുള്ള ലാസർ എന്നല്ല, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്ന പറഞ്ഞത്. കർത്താവിന് വളരെ ഇഷ്ടമായിരുന്നു ലാസറിനോട് എന്ന് വിചാരിച്ച് ലാസറിന് രോഗം വരാതെ ലാസർ മരിക്കാതെ ഒന്നും ഇരിക്കുക. നമുക്ക് അങ്ങനെ ഒരു ചിന്ത ചിലപ്പോഴുണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിനെ ആത്മാർത്ഥമായി സത്യസന്ധമായി അങ്ങ് സ്നേഹിക്കുകയും കർത്താവ് നമ്മോട് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി കർത്താവ് നമ്മോട് ഇഷ്ടമാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ദുഃഖവും മരണവും രോഗവും ഒന്നും വരില്ല. അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധാരണയാ. ലാസറിന്റെ കുടുംബത്തെക്കാൾ, ബേഥാന്യയിലെ കുടുംബത്തെക്കാൾ കർത്താവ് സ്നേഹിച്ച കുടുംബത്തെ അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. കർത്താവ് സ്നേഹിച്ച കുടുംബവും അവർ കർത്താവിനെ സ്നേഹിച്ചവരാണ്. പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതൊന്നും ഇരിക്കുകയും, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വളരെ നല്ലതാണ്. രോഗം കൂടിയപ്പോൾ അവർ കർത്താവിനെ അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കും. കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. അനേകരെ സൗഖ്യമാക്കിയിട്ടുള്ള കർത്താവാണ്. ആ സഹോദരിമാരെ ന്യായമായി പ്രതീക്ഷിച്ചത് ആ വാർത്ത കേൾക്കുമ്പോൾ കർത്താവും ശിഷ്യന്മാരും വരും, ലാസറിനെ തൊട്ട് സൗഖ്യമാക്കും എന്നാണ്. പക്ഷേ കർത്താവ് അനങ്ങിയില്ല. ലാസർ മരിച്ചു എന്ന് കേട്ടിട്ടും കർത്താവ് അനങ്ങിയില്ല. പിന്നെയും ഓടിരുന്നു. 4 ദിവസം കഴിഞ്ഞാ പോകുന്നു. ഈ ഒരു സത്യം എനിക്കൊരുപാട് അണ്ടർസ്റ്റാൻഡിങ്, കർത്താവിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, സുവിശേഷ വേലയിലാണ്, കർത്താവിന് എന്നോട് സ്നേഹമാണ്, കർത്താവിന്റെ വേലക്കാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവില്ലെന്നും രോഗം ഉണ്ടാവില്ലെന്നും അല്ലെങ്കിൽ മക്കൾക്ക് കുഴപ്പമുണ്ടാവില്ലെന്നും അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. അങ്ങനെയൊന്നുള്ള ഗ്യാരണ്ടി ഒന്നും കർത്താവ് തന്നിട്ടില്ല. കർത്താവിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, കർത്താവിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിയായി തീരുന്നുണ്ട്, കർത്താവിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ അനാഥരായി തീരുന്നുണ്ട്, വിധവമാരായി തീരുന്നുണ്ട്. അതൊന്നും കർത്താവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കർത്താവിന് എന്നോട് ഇഷ്ടമാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ പിണക്കം ഉണ്ടാകുന്നതാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ആപത്ത് വന്നപ്പോൾ ഒരാൾ കയറി വന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച ആളെ, സ്നേഹമുള്ള ആള് വന്നില്ല. നമുക്ക് പിന്നെ അവരോട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പാണ്. 4 ദിവസം കഴിഞ്ഞ് കർത്താവ് ചേറി ചെന്ന പോലെ ചേറി ചെന്നാൽ നമ്മൾ മിണ്ടുകയില്ല. നമ്മൾ അകത്തെ മുറി പോയി കഥ കൊണ്ട് ചവിടുക. അതാണ് നമ്മുടെ സ്വഭാവം.
ഇവരുടെ സ്വഭാവം തന്നെയായിരുന്നു. പക്ഷെ മാർത്ത ഒരു സാൻഗ്വിൻ ആയിരുന്നത് കൊണ്ട്, ഔട്ട് ഗോയിങ് ആയിരുന്നതുകൊണ്ട്, കർത്താവ് വരുന്നത് കേട്ടപ്പോഴേ ഓടി ചെന്നു വില്ലേജിന്റെ അങ്ങേ അറ്റത്ത് ചെന്നിട്ട് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ചെന്നു. എങ്കിലും പറഞ്ഞത്, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരുമില്ലായിരുന്ന. ഒരു കുറ്റാരോപണമായിട്ട് അല്ലെങ്കിലും ഒരു കുറ്റാരോപണമാണ്. ഈ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് കാരണക്കാരൻ നീ തന്നെയാ. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അതവർ പറഞ്ഞത് വളരെ ന്യായമാണ്. അതൊന്നും കർത്താവിനെ അപ്സെറ്റ് ആക്കിയില്ല. നമ്മൾ നമ്മുടെ വിഷമത്തിന്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ, സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറഞ്ഞാൽ ഒന്നും കർത്താവിനെ അപ്സെറ്റ് ആകും ഇല്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അല്ലേ? പറയും. അതൊക്കെ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച് കർത്താവിനോട് ഒന്നുമില്ലാത്തവണ്ണം നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ പ്രകടിപ്പിക്കാതെ നമുക്ക് ഇതിന്റെ കാര്യമില്ല. ദൈവമായുള്ള നമ്മുടെ ബന്ധം ഒരു ജെനുവിൻ ബന്ധമായിരിക്കണം, ഒരു റിയൽ ബന്ധം. കരയേണ്ടടുത്ത് കരയാനും, കോപിക്കേണ്ടടുത്ത് കോപിക്കാനും, പരാതി പറയേണ്ടടുത്ത് പരാതി പറയാനും ഒക്കെ കഴിയുന്നൊരു ബന്ധമായിരിക്കും. മോശയും കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അതാണ് മോശയുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. കർത്താവിനെ മോശയ്ക്ക് പലപ്പോഴും തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ എന്ന് പറയുമ്പോൾ ഞാനത് സൂക്ഷിച്ചാ പറയുന്നത്. ദൈവത്തിന്റെ തീരുമാനത്തിൽ നിന്ന് ആർക്കും അവനെ മാറ്റാൻ ഒക്കില്ല. ആ നിലയിലല്ല. എന്നാലും ദൈവം ചില കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, നിന്നെ ഞാൻ വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു. കർത്താവ് ഈ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്. ആ സാഹചര്യത്തിന്റെ ഗൗരവം മോശ ബോധ്യപ്പെടുത്താനെങ്കിലും മോശ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. നിനക്ക് നാണക്കേടാന്ന് പറഞ്ഞു. നീ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നാണക്കേടാ. നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിനക്ക് അവരെ കനാലിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞാന്ന് പറയും. നിന്റെ പേര് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാവകാശമുണ്ട്. ചില സമയത്ത് കർത്താവിനോട് നമ്മൾ പറയും, നീ മേലെ പ്രാർത്ഥിക്കില്ല, നീ എനിക്ക് ഇഷ്ടമല്ല, നീ എന്റെ സങ്കടത്തിൽ എന്നെ കട്ടാനൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കർത്താവിനറിയാം, പോട്ട് മോനെ എന്ന് കർത്താവ് പറയും. കർത്താവിന് പറയാൻ നമ്മളങ്ങനെ വർത്താക്കിക്കൊണ്ടല്ലോ പറയും. നമ്മുടെ വേദനയാ ഭയങ്കരതയും നമ്മളങ്ങ് പറഞ്ഞു പോയതാണ്. അതെ, ഇതൊക്കെ കർത്താവിനറിയാം. ഈ കൃത്രിമത്വം ആ കർത്താവിന് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്തത്. യാഥാർത്ഥ്യമില്ലാതെ സ്നേഹം കാണിക്കാനും ഒക്കെ നമ്മൾ പോകുമ്പോഴേ. ഈ നായ്ക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നായ്ക്കള് എപ്പോഴും യാഥാർത്ഥ്യം കാണിക്കുന്നു. നായ്ക്കൾ നമ്മളൊക്കെ വന്ന് നമ്മളെ നക്കുക എന്ന് പറഞ്ഞ് അത് നമ്മുടെ സ്നേഹമാണെന്ന് അർത്ഥം. നമ്മളെ കടിക്കാനായിട്ട് വന്ന് നമ്മളെ നക്കിയിട്ട് പോകുന്നൊരു ഇല്ല. അവൻ വന്നാൽ പിടിച്ചിട്ട് തന്നെ പോകും. അപ്പൊ പട്ടിയെ നോക്കിയാൽ നമുക്ക് അറിയാവുന്ന പറഞ്ഞ, പട്ടി കൊറിക്കുകയും വാലാട്ടുകയും കുഞ്ചിരോമം ഉയരുകയും ചെയ്താൽ അവൻ കടിക്കുമെന്നുള്ളത് സംശയമൊന്നും അറിയാവുന്നവർക്കറിയാം. അവൻ ചാർജ് ചെയ്യാൻ വരിക, നമ്മൾ ചെറിയ പുറമോട്ട് പോവായിരിക്കും മെച്ചം. അത് കർത്താവിനറിയാം. നമ്മുടെ കുഞ്ചിരോമം എഴുതിരിപ്പുണ്ടോ, വാലാട്ടുകയാണോ, എന്താ ചെയ്യുന്നതെന്നുള്ളത് കർത്താവിനറിയാം. അതോ നമ്മൾ വേദന കൊണ്ട് പറഞ്ഞു പോയാണ്. വേദന കൊണ്ടൊക്കെ അവിവേകം പറയും, നമ്മൾ ഒക്കെ പറയും. കർത്താവിനോട് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ കർത്താവ് കേട്ടിട്ടൊന്നും പിണങ്ങയില്ല. ഈ കുടുംബത്തോടും കർത്താവ് പിണങ്ങയില്ലല്ലോ. അപ്പൊ കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവില്ലെന്നോ, രോഗം ഉണ്ടാവില്ലെന്നോ, കുടുംബത്തിൽ മരണം ഉണ്ടാവില്ലെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുകയും സുവിശേഷം ചെയ്യുകയും കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വസ്ത പാലിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. കുടുംബാരാധനയൊക്കെ മുടങ്ങാതാണ്. എന്നിട്ടും ഇത് സംഭവിച്ചല്ലോ. എൻ്റെ കൊച്ചു സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നിട്ടും ബൈക്ക് വന്ന് ഇടിച്ചു തെറിപ്പിച്ചല്ലോ, മരിച്ചു പോയല്ലോ. ഒറ്റ കുട്ടിയുണ്ടായിരുന്നത് എത്ര കാലം മക്കളെ വേണമെന്ന് ആഗ്രഹിച്ച് പിന്നെ പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ചാ. എന്തൊക്കെ കർത്താവ് അങ്ങനെ ചെയ്തല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ സംഭവിക്കും. പിന്നെ കർത്താവ് അതിനൊക്കെ നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്ക് ബുദ്ധിവിദേശത്തിനുമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സകലവും നന്മയ്ക്കായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞില്ല. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്നും പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നന്മയ്ക്കായി കൂടി. ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ ഗുണിക്കുകയും കുറിക്കുകയും അഴിക്കുകയും റൂട്ട് നോക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം അവസാനം സമ്മ് വരുമ്പോ ബ്ലാക്ക് ലാഭം നമ്മുടെ പേരില്ലേ. നമ്മൾ എത്ര നേരം ഇരുന്ന് അരിച്ചാലും കുടിച്ചാലും നഷ്ടത്തിൽ റെഡിലേ വരത്തുള്ളൂ. ഇതെന്തൊരു കാര്യമാണ്? നമുക്കതിൽ ഒരു നന്മ കാണാൻ ഒക്കുകയില്ല. അതിൽ നന്മയില്ല അതിൽ തന്നെ. പിന്നെ നന്മയ്ക്കാക്കി തീർക്കുന്നവരാണ് അവിടെ. ഞാനിന്ന് എന്തോ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഗ്രേസിനോട് പറഞ്ഞു, പറഞ്ഞു ഗ്രേസേ, തൈര് കുറെ നേരം കലക്കിയിട്ട് നെയ്യ് വരുമെന്ന് പറഞ്ഞു. തൈര് അനക്കാതെ അവിടെ വെച്ചിരുന്ന് അതിന് പുളിക്കുമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകും. പണ്ടത്തെ അമ്മച്ചിമാരാണെങ്കിൽ ഈ കടയിൽ നിന്ന് സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയുന്നത്, മത്തെടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന നമുക്കെല്ലാം കണ്ടുണ്ട്. ഞാനും ഇവിടെ പോയി ഇങ്ങനെ കുത്തിയിരിക്കും. എന്തിനാ വെട്ട പോകുന്നത് കാണുമ്പോൾ വാരി തന്നെ ചൂണ്ടോടാന്
ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് വെണ്ണ വാരി തിന്ന ആളാണ്. എനിക്ക് വെണ്ണ ഏറ്റവും ഇഷ്ടമുള്ള അന്നും ഇന്നും വെണ്ണ കണ്ടാൽ ഞാൻ കഴിക്കുന്ന ആളാണ്. അപ്പൊ വെണ്ണ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോ അമ്മയത് അന്നത്തെ കാലത്ത് നല്ല പ്ലാവിലയൊക്കെ പഴുത്ത പ്ലാവിലയൊക്കെ കൊണ്ടുവന്ന് കഴുകി അതും കൊണ്ട് പഠിച്ച് ഇങ്ങനെ ഒരു സൈഡിലേക്ക് വരും. എന്നിട്ട് അമ്മ ചട്ടിയൊക്കെ ചുറ്റിച്ച് അതൊരു റൗണ്ടാക്കി ഒക്കെ ആകും. അതിലൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൈയിട്ട് ഒരു ഭാരം ഒരു ഓട്ടവും ഓടും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തൈരിൻ്റെ അകത്ത് ഞാൻ കൈയിട്ടാൽ എനിക്കൊന്നും കിട്ടത്തില്ല. തൈരിൻ്റെ അകത്തും പാലിൻ്റെ അകത്തും കൈയിട്ടാൽ വെണ്ണ കിട്ടത്തില്ല. അത് ചേർന്നിങ്. ആ തൈരിന് എത്രയും ഹേമം വരുത്താമോ അത്രയും ഹേമം വരുത്താം. ഹിന്ദുക്കൾ പറയും പാലാഴി കടഞ്ഞെങ്കിലേ അമൃത് കിട്ടുമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ദൈവം ചില കടച്ചിലൊക്കെ നടത്തും. അതാണ് ലാസറിനെ മരിക്കാൻ അനുവദിച്ചെന്ന് പറഞ്ഞ ദൈവം അവരെ കടഞ്ഞതാണ്, അവരുടെ ജീവിതത്തിൽ കൂടുതൽ നന്മ വരാനായിട്ട്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കർത്താവിനോട് പിണങ്ങിയാലും കുഴപ്പമില്ല. എങ്കിലും ആ പിണക്കമൊക്കെ കർത്താവിന് മനസ്സിലാകും എന്തുകൊണ്ടാണ് പിണങ്ങിയെന്ന്. ഇത്രയും സ്നേഹിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ഞാൻ എത്ര കാലം പ്രാർത്ഥിച്ച, എത്ര കാലം ഉപസിച്ചതാ. ഞാൻ നിന്റെ വേലയൊക്കെ ചെയ്യാണ്. എനിക്ക് അത്യാവശ്യം ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ എനിക്ക് കേട്ടില്ലല്ലോ, നീ എനിക്ക് തന്നില്ലല്ലോ. അവർ വീണ്ടും കല്ലറക്കിലോടുകയും കരയുകയും ഒക്കെ ചെയ്തു. നാട്ടുകാരെല്ലാം വന്നു. കാരണം അവർക്കറിയാം ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ അനുഭവിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ച് നാട്ടുകാർക്കറിയാം. ഈ രണ്ട് സ്ത്രീകളെ കുറച്ച് കഴിയുമ്പോൾ ഇറക്കി വിടും ആ വീട്ടിൽ നിന്ന്. ആ വീട് അവരുടെ ആളുകൾ എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ത്രീകൾ മിക്കവാറും വേശ്യകളും മറ്റുമൊക്കെ ആയിട്ട് തെരുവുകളിലൊക്കെയാണ് ജീവിക്കുന്നത്. പലരും അല്ലാത്തൊരു ഭിക്ഷാടനങ്ങൾ ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആളുകൾ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ ഒരു സമൂഹമായിരുന്നില്ല അന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. അവരും വളരെ ദുഃഖിച്ചു, വളരെ കരഞ്ഞു. അപ്പോൾ ഞാൻ പറയട്ടെ, എത്ര ഭക്തരായി ജീവിച്ചാലും അതുകൊണ്ട് പ്രശ്നങ്ങൾ വരികയില്ലെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ബേഥാനിയിലെ കുടുംബത്തെക്കാൾ കർത്താവിനെ സ്നേഹിച്ച ഒരു കുടുംബം ഏതാണ്? കർത്താവ് കൂടെ വിശ്രമത്തിന് അവിടേക്കാണ് പോയെന്ന് നമുക്കറിയാം. അവിടെ പോയി കർത്താവിന് ശിഷ്യന്മാരും താമസിക്കുമായിരുന്നു. വളരെ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് അവിടേക്ക് ആശ്വാസത്തിന് വേണ്ടി പോയത്. അങ്ങനെ പോയ ഒരു കുടുംബമാണ്. എന്നിട്ട് അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി കിടന്ന് പറയില്ല. അവൻ എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത്, എൻ്റെ കൈ കൊണ്ട് ഇത്ര പ്രാവശ്യം ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്ദി കെട്ടവനൊന്നും കയറി വന്നില്ലല്ലോ നമ്മൾ പറയില്ല. നമുക്കൊന്നും സഹിക്കാൻ കഴിയില്ല. അത് സാരമില്ല. രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. വേറെ ആരിൽ നിന്നും വരില്ല. കർത്താവിൽ നിന്നേ പ്രശ്നപരിഹാരം വരൂ. എത്ര ആളുകൾ വരികയും എത്ര ആളുകൾ പ്രാർത്ഥിക്കുകയും എത്ര ആളുകൾ ആശ്വസിപ്പിക്കുകയും എത്ര പേര് കലർക്കെ പോയി കരയുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കുമോ? താൽക്കാലികമായ ആശ്വാസം കൊടുക്കുമെന്നല്ലേ ഉള്ളൂ. ആശ്വാസം ആത്യന്തികമായിട്ട് വരണമെങ്കിൽ കർത്താവിൽ നിന്നേ ഉള്ളൂ. കാരണം അവനെ പ്രശ്നം പരിഹരിച്ചു തരാൻ നോക്കും. ലാസർ മരിച്ചത് കൊണ്ടുള്ള പ്രശ്നപരിഹാരം അവർ കുറച്ചു നേരം വന്നിരുന്ന് കരഞ്ഞാൽ തീരുവില്ല. സാരമില്ലെന്ന് പറഞ്ഞ് തീരുവോ? ഇല്ല, സാരമില്ല പോട്ടെന്ന് പറഞ്ഞാലോ. എന്ത് സാരമില്ലെന്ന്, എന്ത് പോട്ടെന്നാ പറയുന്നത്? അങ്ങനെ വാക്കുകൾ തന്നെ അവിടെ ഉചിതമല്ല. പിന്നെ കുറച്ചു നേരം വന്നിരുന്ന് കരയാം. നമ്മൾ പറയുന്ന പോലെ ദൈവം എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. പക്ഷെ അതൊന്നും അവരെ അന്നേരം ബാധിക്കുന്ന വിഷയമൊന്നും. അവർക്ക് ആശ്വാസമൊന്നും കിട്ടില്ല. മാർത്തയും മറിയയും കരഞ്ഞ് പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത്. കരഞ്ഞ് അവിടെ കണ്ണുനീര് പറ്റി. ധാരാളം സ്നേഹിതന്മാർ വന്നു. അവർ കണ്ടു, അവർ സഹതപിച്ചു, കൂടെ കരഞ്ഞു, ആശ്വാസവാക്കുകൾ പറഞ്ഞു, പ്രത്യാശ പകർന്നു. പുനരുദ്ധാനത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു കാണും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പുനരുദ്ധാനമാകുന്ന സഹോദരൻ ലാസർ ജീവിക്കുന്നൊക്കെ പറഞ്ഞു. അതൊന്നും പ്രശ്നപരിഹാരം ആയില്ല. പ്രശ്നപരിഹാരം അവസാനം കർത്താവാണ് കൊണ്ടത്. ലാസർ രോഗിയായപ്പോൾ കർത്താവിനോട് വിവരം പറഞ്ഞു. കർത്താവ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഏറ്റവും സ്നേഹിച്ച മനുഷ്യൻ, കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച മനുഷ്യൻ രോഗിയാണെന്ന്. കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് സഹോദരിമാർ, അവരുടെ സാഹചര്യങ്ങളെല്ലാം കർത്താവിന് അറിയാം. സമൂഹത്തിൽ അവരെ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും അവരുടെ സാഹചര്യങ്ങളും ഒക്കെ അറിയാം. ആ സഹോദരിമാർക്ക് അല്പം ആശ്വാസം പകർന്നു കൊടുക്കേണ്ട കർത്താവാണ്. കർത്താവിനോടൊക്കെ പറഞ്ഞയച്ചിട്ട് കർത്താവ് സുവിശേഷവേലയും ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് പോയില്ല. ശിഷ്യന്മാരൊക്കെ അതിശയിച്ച് കാണും, എന്താ കർത്താവ് പോകാത്തതെന്ന്. പത്രോസിന്റെ സ്വഭാവത്തിലൊക്കെ പറഞ്ഞു കാണും, എത്ര നേരം അടുപ്പം, എത്ര പ്രാവശ്യം അടുപ്പം ഇവിടെ തിരിയും കുടിക്കുകയും ചെയ്തതാണ്. നന്ദിയില്ലേ, നന്ദി വേണ്ടെന്നൊക്കെ പറഞ്ഞു കാണും ചിലപ്പോഴും. കർത്താവ് ഒന്നും ഗൗനിച്ചില്ല. കർത്താവ് അവിടെ തന്നെ ഇരുന്നു. നമുക്ക് ചെയ്യാവുന്നു അതേ ഉള്ളൂ. രോഗിയാകുമ്പോൾ കർത്താവിനോട് പറയുക, മരിച്ചു കഴിഞ്ഞാലും കർത്താവിനോട് പറയുക, കർത്താവ് തീർന്നു. വൈദ്യന്മാർ നമുക്ക് മരുന്ന് തരും,
സഹോദരന്മാർ ഉപവാസ പ്രാർത്ഥന നടത്തും. അടുത്തെങ്ങാനും പെന്തിക്കോസുകാരുണ്ട്, അവിടെ അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി നമ്മളോട് പറയും, ഇയാളെ ഉയർപ്പിച്ചു തരാന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരും. പക്ഷേ പ്രശ്നം തീരുമോ? പ്രശ്നം തീർക്കില്ല. അവർക്ക് ആർക്കും പ്രശ്നം തീർക്കാൻ കഴിയില്ല. പക്ഷേ 4-ാമത്തെ ദിവസം കർത്താവ് വന്നു. 4-ാമത്തെ ദിവസമാണ്, ശവടക്കം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം കർത്താവ് വന്ന് ആദ്യം ചെയ്ത് എന്താ? കരയുക ചെയ്തു. കർത്താവ് വന്ന് ആദ്യം അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുക. അപ്പൊ ഈ ദിവസങ്ങളെല്ലാം കർത്താവ് കരഞ്ഞുകൊണ്ടായിരുന്നെന്നറിയാം. കർത്താവിനറിയാമായിരുന്നില്ല. മാർത്തയും പറയും, എന്തുമാത്രം കണ്ണുനീരൊഴുക്കി അവിടെ ഹൃദയം തകർന്നിരിക്കുകയെന്ന് കർത്താവിന് അറിയാം. കർത്താവ് തനിയെ രാത്രിയിലൊക്കെ കിടന്ന് കരഞ്ഞു കാണും. എല്ലാവരോട് എങ്കിലും പറഞ്ഞ ഞാൻ വന്നില്ല എന്നുള്ളത് ദൈവം എന്തിനെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പിന്നെ പ്രശ്നം എങ്ങനെയാ തീർത്തത്? ഒരു വാക്കുകൊണ്ട്, അല്ലേ? ലാസറേ പുറത്തു വാ. ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് പ്രശ്നം തീർത്തു. നമ്മൾ വലിയ ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ വിചാരിച്ചു കാണും, ഇനിയിപ്പോ കർത്താവ് തന്നെ വിചാരിച്ചാലും ഞങ്ങൾ കാരണം നാറ്റം പിടിച്ചു പോയി. ഇനിയിപ്പോ എന്തോ ചെയ്യും? അങ്ങോട്ട് ചത്തതേ ഉള്ളേ, പച്ചയ്ക്ക് ആത്മാവിനെ കയറി വരാൻ പറഞ്ഞാൽ ഒക്കും. ഇത് ചത്ത് ജീവിച്ചത് രക്തം ഇനി ഓടാൻ ഒക്കും? അവരെന്തൊക്കെ പറഞ്ഞു കാണും? ആരുടെ പറഞ്ഞ് തുറക്കണ്ട കർത്താവ് എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ മതി, ഞങ്ങൾ ഏതായാലും കുറച്ച് 4 ദിവസം കരഞ്ഞു, ഞങ്ങളൊത്തിരി ദുഃഖമൊക്കെ അനുഭവിച്ചു, ഇനിയും നീ ഞങ്ങളെ വിഷമിപ്പിക്കണ്ട, ആ ചീഞ്ഞ ശരീരം ഞങ്ങൾക്ക് കാണും. എത്ര ലളിതമായിട്ടാണ് കർത്താവ് പ്രശ്നം പരിഹരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വളരെ 5000 ആളുകൾ 3 ദിവസമായിട്ട് യോഗത്തിന് കർത്താവിന്റെ ക്ലാസ്സും കേട്ടുകൊണ്ടിരിക്കുക. 3 ദിവസമായിട്ട് ഒരു തിന്നോ കുടിക്കുകയോ ചെയ്തൊന്നും അറിയില്ല. എല്ലാവരും ചെറിയ ലഞ്ച് ബാഗുമായിട്ടൊക്കെ ആയിരിക്കും വന്നത്. അതൊക്കെ തീർന്നു. ആദ്യത്തെ ദിവസം തന്നെ തീർന്നു. 2-ാമത്തെ ദിവസമായി 3-ാമത്തെ ദിവസമായി ഒന്നും കഴിച്ചുമില്ല, ഒന്നും കുടിച്ചുമില്ല. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ പോരുന്നത് അവരുടെ അന്നത്തെ അബാക്കസും ഒക്കെ എടുത്തു വെച്ച് കണക്ക് കൂട്ടിയിട്ട് ഫിലിപ്പോസ് വന്ന് പറഞ്ഞ് 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ തിരുവത്താഴത്തിന് അപ്പം നുറുക്കുന്ന പോലെ ഒരു ശകലത്തെ നുറുക്കി കൊടുക്കാൻ കാണുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു കാണും, ഫിലിപ്പോസ് നീ കണക്കിലൊരു ജീനിയസ് ആണ്, പക്ഷെ പ്രശ്നപരിഹാരത്തിന് നീ സഹായമല്ല. പത്രോസ് വന്ന് പറയും, പറഞ്ഞവരെ വീട്ടിൽ വിടാൻ പറഞ്ഞു, സന്ധ്യാകുന്നതിന് വെച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പോയി ഒരു ആഹാരം കൊണ്ട് വീട്ടിൽ പോട്ടെന്ന് പറഞ്ഞു. ഈ രാത്രി സമയം ഇരുട്ടായ പിന്നെ ഇവിടെ എന്ത് ചെയ്യും? വിടാൻ പറഞ്ഞു വിടാം. ആളുകൾ ഓരോ വിധത്തിലൊക്കെയാണ് പ്രതികരിച്ചത്. പക്ഷെ കർത്താവ് എന്ത് ഈസി ആയിട്ടാണ്. അവിടെ അപ്പം വിറ്റ് നടന്ന പിള്ളേരുണ്ട്, ഇങ്ങനെയുള്ള പൊതുസ്ഥലത്ത് കപ്പലിന് വിൽക്കാനും കൊക്കക്കോള വിൽക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് വരുന്ന പോലെ അന്നുകൊണ്ട് അപ്പവും മീനുമായിട്ടൊക്കെ വരും. ലഞ്ച് ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയും. വാങ്ങുന്നവർക്ക് ഒരപ്പവും വാങ്ങി ഒരു മീനും വാങ്ങി ഇങ്ങനെ വിൽക്കും. അപ്പൊ അങ്ങനെ കൊണ്ടു കിടന്നുകൊണ്ട് പത്രോസ് ചോദിച്ചു, എത്ര ഉണ്ടാന്ന് ചോദിച്ചു. 5 അപ്പവും ഇനി 2 മീനും കൊണ്ട് ബാക്കി അത് അതിന് കൊണ്ടുവരാൻ പറഞ്ഞു. വാങ്ങി കർത്താവിനൊക്കെ ഒരു 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് കർത്താവ് ഇരുത്താൻ പറഞ്ഞു. എല്ലാരും ഇരുത്തണം, 5000 പേരെ ഇരുത്തണം. സൂക്ഷ്മം ഇരുത്താവുന്ന 100 വീതം 50 വീതം, കാരണം ഈ കണക്കെടുക്കണത്. അപ്പൊ 100, ഈ പന്തി 100, ആ പന്തിയിൽ 50, അടുത്ത പന്തിയിൽ 50, പിന്നെ 100, അങ്ങനെ ഇരുത്താൻ പറഞ്ഞു. 100 50 വീതം ഇരുത്താൻ പറഞ്ഞു. പുല്ലുള്ള സ്ഥലം അവരെല്ലാവരും ഇരുത്തി 5 അപ്പവും 2 മീനും എടുത്ത് സ്വോത്രം ചൊല്ലി നുറുക്കി കയ്യിലേക്ക് കൊടുത്തു. വിളമ്പുമ്പോ കൈ ശരിക്കും. ഒരപ്പം വെക്കുമ്പോ ഒരപ്പം കയ്യില്, ഒരപ്പം വെക്കുമ്പോ ഒരപ്പം കയ്യില്, ഒരപ്പം വെക്കുമ്പോ ഒരപ്പം കയ്യില്. 2 അപ്പം കൊടുത്തപ്പോ വീണ്ടും 2 അപ്പം കയ്യില്. ഒരു കഷ്ണം മീൻ കൊടുത്തപ്പോ ഒരു കഷ്ണം മീൻ ബാക്കി. വിളമ്പിയാ തീരുവോ? വിളമ്പിയാ തീരുവില്ല, കൊടുത്താ തീരുവില്ല. അന്ന് മനുഷ്യര് കഴിച്ചതുപോലെ മീൻ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല. കാരണം അവിടെ എടുത്തു പറയുന്നുണ്ട്, മീനും വേണ്ടുവോളം കൊടുത്തു എന്ന് എടുത്തു പറയുന്നുണ്ട്. മീനും വേണ്ടുവോളം. കാരണം മീൻ സാറിന് വിലക്കേ ഉള്ളൂ. ഏതാ കല്യാണത്തിന് വിലക്കുണ്ടല്ലോ. അതെ, ഒരു ഒറ്റ ഓട്ടമാണ്. ചോറ് എന്ന് പറയും. ഇഷ്ടം പോലെ കൊടുത്തു, എല്ലാവരും തിന്നു, ബാക്കിയുള്ളത് എടുക്കുകയും. അപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ പ്രശ്നപരിഹാരം എത്ര ഈസിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെയാ കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെയാണ്. വലിയ പ്രശ്നങ്ങളാണ്. തീ പുകഞ്ഞ് ലോസ് ആഞ്ചലസിൽ കത്തിയ തീ പോലെ കത്തും. കർത്താവ് പക്ഷെ ഒഴിവാക്കി പറയാം, തീയേ കിടുക എന്ന് പറയുമ്പോ തീ അങ്ങ് കത്തും. കർത്താവിന് അത്ര എളുപ്പമാണ് പ്രശ്നപരിഹാരം. പക്ഷെ കർത്താവിന്റെ സമയത്തും കർത്താവിന്റെ വിധത്തിലും കർത്താവ് ചെയ്യും. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എന്തിനാണ് ആ കുടുംബത്തെ കർത്താവ് ഇങ്ങനെ തീറ്റി 3-4 ദിവസം കടത്തി വിട്ടത്? എന്തിനാണ് കുടുംബത്തെ ഇത്രയധികം വേദനിപ്പിച്ചത്?
അവർ കരഞ്ഞു കരഞ്ഞ് അവിടെ കണ്ണുനീര് പറ്റിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. കാരണം കർത്താവ് പറഞ്ഞിരുന്നു, ഈ രോഗം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ നമ്മൾ കുറേ തിന്നെങ്കിലേ സാധിക്കും. നമ്മൾ കുറേ വേദനിച്ചെങ്കിലേ സാധിക്കും. എത്ര ഗുരുതരമായ പ്രശ്നത്തിനും കർത്താവിന്റെ പക്കൽ പരിഹാരമുണ്ട്, ലളിതമായ പരിഹാരം. പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. ഈ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന കഥ പറഞ്ഞു വരുമ്പോ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് നിശ്ചയിച്ചിരുന്നു എന്നൊരു പ്രസ്താവനയാണ്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇവർക്ക് ആഹാരമില്ലെന്ന് പറഞ്ഞപ്പോ കർത്താവ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ കർത്താവ് നേരത്തെ നിശ്ചയിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നത്. ഒരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊണ്ട് ഞാൻ 5000 പോഷിപ്പിച്ച് 12 കൊട്ട തിരിച്ചെടുക്കുമെന്ന് കർത്താവ് നേരത്തെ നിശ്ചയിച്ചിരുന്നു. ലാസറിന്റെ കാര്യത്തിന് കർത്താവ് നേരത്തെ നിശ്ചയിച്ചിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തീഞ്ഞു നാളെ തുറക്കുമ്പോൾ ഞാൻ പോയി ലാസറിനെ ഉയർപ്പിക്കും. ആ കുടുംബത്തെ ഞാൻ കുറേ കരയിപ്പിക്കും. അവരെന്നോട് കുറേ പിണങ്ങും. സമൂഹത്തിലെ നല്ലവരൊക്കെ വന്ന് അവരെ കുറെ ആശ്വസിപ്പിക്കും. അല്ലാത്ത അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, സ്വത്തിന്മേൽ കണ്ടുവച്ചവര്, അവരൊക്കെ അപ്പോഴേ നീക്കങ്ങൾ നടത്തി തുടങ്ങി. മാർത്തയും മറിയും എങ്ങോട്ട് ഇറക്കി വിടണം, സ്വത്ത് എങ്ങനെ കൈക്ക് വെക്കണം, ആർക്കൊക്കെ എത്ര വീതം കിട്ടണം ഒക്കെ അവർ തീരുമാനിച്ചു കാണും. ഭയങ്കര നിരാശ ഉണ്ടായി കാണും അവർക്കൊക്കെ. അതെ. പക്ഷെ എത്ര ഗുരുതരമായ പ്രശ്നത്തിനും കർത്താവിന്റെ പക്കൽ പരിഹാരമുണ്ട് കേട്ടോ, ലളിതമായ പരിഹാരം. നമുക്കതറിയില്ല. അതൊക്കെ കർത്താവിന്റെ ഹിതമാണ്. നമ്മെ ചിലതൊക്കെ കർത്താവ് പഠിപ്പിക്കും. വിശ്വാസം, രക്ഷ, മരണം, പുനരുദ്ധാനം, നിത്യജീവൻ, എന്തെല്ലാം സത്യങ്ങള് ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനിടയായി. കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. മരണത്തെക്കുറിച്ച് പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു, പുനരുദ്ധാനത്തെക്കുറിച്ച് പറഞ്ഞു, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു. ഇനി ലാസറിനെ ഉയർപ്പിക്കാതിരുന്നാലും അവൻ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ എത്ര അമൂല്യമാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിച്ചവർ ജീവിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നാലും വിശ്വസിക്കുന്നവനാരും മരിച്ചാലും മരിക്കയില്ലെന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു സത്യങ്ങളാണ്. ഈ ലാസറിനെ ഉയർപ്പിച്ചില്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ നമുക്ക് എത്രയോ ആശ്വാസമാണ്. പക്ഷേ ലാസറിന്റെ ഉയർപ്പോ കർത്താവ് മാർത്തയ്ക്ക് പറഞ്ഞു കൊടുത്ത സത്യങ്ങളോ എന്താണ് നിത്യഘനമുള്ളതെന്ന് ഞാൻ ചിന്തിക്കാൻ. കർത്താവ് മാർത്തയോട് പറഞ്ഞ സത്യങ്ങൾക്കാണോ നിത്യഘനമുള്ളതെന്നോ ലാസറിനെ ഉയർപ്പിച്ചതിനാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ആ വചനത്തിനാണോ ലാസറെ പുറത്തു പോവാ എന്ന് പറഞ്ഞ് ലാസറിനെ പുറത്തു കൊണ്ടതിനാണോ? ഏതാ നിത്യഘനമുള്ളത്? ലാസർ പിന്നെ 10-20 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്തു? വീണ്ടും മരിച്ചു കാണും. ലാസറിന് ലോകത്തെങ്ങും ജീവിച്ചിരിപ്പില്ലല്ലോ. അവനെന്താ പ്രായമുണ്ടെങ്കിൽ 10-35 വയസ്സുണ്ടെങ്കിൽ ഒരു 10-30 കൊല്ലം കൂടെ 40 കൊല്ലം കൂടെ ജീവിച്ചിരുന്ന് കാണും. ഒരു ദിവസം ലാസർ രാവിലെ എഴുന്നേറ്റിൽ ചെന്ന് നോക്കുമ്പോൾ അതിന് മുമ്പേ മാർത്തയും മറിയും ചത്തു പോയി കാണും. അല്ലെങ്കിൽ അയൽക്കാർ വന്ന് നോക്കുമ്പോൾ ലാസറെ വിളിച്ചിട്ട് കേൾക്കുന്നത് ചെന്ന് നോക്കുമ്പോൾ ചത്തു കിടക്കും. അപ്പൊ ലാസറെ ഉയർപ്പിച്ചതിനല്ല, അത് താൽക്കാലികമായ പ്രശ്നത്തിന് പരിഹാരമാണ്. നിത്യകരമുള്ളത് എന്താണ്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ആ വാക്യം വായിച്ചാണ് ഇന്നും ആളുകൾ ആശ്വസിപ്പിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത്. ലാസറെ ഉയർപ്പിച്ചു വന്ന് ലാസറെ പുറത്തു വന്നുള്ള വാക്യം വായിച്ച് അല്ല ആളുകൾ ആശ്വാസം കണ്ടെത്തുന്നത്. കർത്താവ് പറഞ്ഞ വാക്കുകളും വചനങ്ങളും കൊണ്ടാണ്. അപ്പോ അത് നമ്മൾ ഓർക്കണം. ലാസറിന്റെ മരണം കൊണ്ട് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾക്ക്, അതായത് ദൈവത്തിന്റെ വചനത്തിനുള്ളതായിരിക്കുന്ന ഘനവും അതിനുള്ളതായിരിക്കുന്ന ആ സാധ്യതയും കർത്താവ് ചെയ്തതായിരിക്കുന്ന അത്ഭുതത്തിന് ഇല്ല. സത്യങ്ങൾക്കാണ് തീർച്ചയായും ഘനം. ഇനി ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ കണ്ണുനീരിനാണോ ലാസറിന്റെ രോഗസൗഖ്യത്തിനാണോ കൂടുതൽ വില കൽപ്പിക്കേണ്ടത്? ബൈബിളിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളൊന്നാണ് ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞു, അല്ലെ യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ് എന്നുള്ളത് എന്തിനാ? യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയും. യേശു കരഞ്ഞു എന്ന് പറഞ്ഞ പോരെ? കരഞ്ഞെന്ന് പറഞ്ഞ പോരെ. കാരണം കർത്താവിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് കർത്താവ് കൂടെ ഇങ്ങനെ വാർത്തു. ഏതാ അടുപ്പ് വെച്ച് വാർക്കുന്ന പോലെ ഇങ്ങനെ കണ്ണുനീര് കൂടെ വാർത്തുന്ന ഞാൻ വിചാരിക്കുന്നത്. എന്തോ ഒരു കണ്ണുനീര് കർത്താവ് വാർത്ത് കാണും. ആ വാക്യമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ലാസറേ പുറത്തു പോകാന്നുള്ള വാക്യം നമുക്ക് ആശ്വാസം തരുന്നതിനേക്കാൾ യേശു കരഞ്ഞു. നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും കരയുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ സത്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആശ്വാസം തീർച്ചയായിട്ടും വരുന്നത്. കർത്താവ് ഒഴുക്കിയ കണ്ണുനീരിന്റെ ഒരു തുള്ളി ഒരു ബോട്ടിൽ അവർ പകർന്നു വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും. ലോകത്ത് ആളുകൾ പോയി ഗംഗ എന്ന് വെള്ളം കൊണ്ടുവരും, യോർദാൻ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരും ഒക്കെ ചെയ്യുമല്ലോ.
അതുപോലെ ആരെങ്കിലും വന്ന് കർത്താവ് കരഞ്ഞതായിരിക്കുന്ന കണ്ണുനീരെങ്ങനെ ആ ഒരു കുപ്പിയിൽ പകർന്നു വെച്ചിരുന്നെങ്കിൽ അതിലെ ഓരോ തുള്ളി കണ്ണുനീരിനും ഓരോ കോടി രൂപ കൊടുത്താലും വില തീരുകയില്ല. അത് കർത്താവിന്റെ കരഞ്ഞ ദുഃഖത്തിന്റെ കണ്ണുനീരാണ്, കർത്താവിന്റെ സഹതാപത്തിന്റെ കണ്ണുനീരാണ്. അപ്പൊ നമുക്ക് എന്ത് വേണമെന്നുള്ളതാണ്. കരയുന്ന ഒരു കർത്താവിനെ വേണോ, ഉയർപ്പിക്കുന്ന ഒരു കർത്താവിനെ വേണോ? നമ്മൾ ഉയർപ്പിക്കുന്ന ഒരു കർത്താവിനെ മതി എന്ന് പറയും, കരയുന്ന കർത്താവിനെ നമുക്ക് വേണ്ടെന്ന് പറയും. ഇല്ല, കർത്താവിനെ മനസ്സിലാക്കിയിട്ട് പറയും, എനിക്ക് കരയുന്ന കർത്താവിനെ മതി. എന്റെ സങ്കടത്തിൽ കരയുന്ന ഒരു കർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. എന്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്ന ഒരു കർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. കർത്താവ് ഉയർപ്പിച്ച ലാസറിനും വീണ്ടും മരണമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മരണം നമുക്ക് ദുഃഖമാണ്, ആർക്കും മരണം സന്തോഷമല്ല. ഇനിയിപ്പോ നമ്മളെ ബുദ്ധിമുട്ടിച്ച ചില ആളുകളുണ്ടല്ലോ, അപ്പച്ചനെ അങ്ങനെ മൂത്രമൊഴിക്കുകയും മലമ്പോവുകയും എല്ലാം കട്ടിലാണ്. അതെല്ലാം മരുമോള് കോരി 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 മരുമോള് തന്നെ അറിയാതെ ഇത് തീരുകയില്ലല്ലോ, ആശ ഒഴിയുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന മരുമോളും അപ്പച്ചൻ മരിച്ചെന്ന് കേൾക്കുമ്പോ എന്റെ അപ്പച്ചൻ മരിച്ചു പോയല്ലോ എന്ന് പറയില്ലേ? ഇങ്ങനല്ലേ പറയുന്നത്. ചിരിക്കുന്ന മരുമോളുണ്ടോന്ന് എനിക്കറിയില്ല. കരയേ ഉള്ളൂ. മരണം ദുഃഖമാണ്, മരണം ദുഃഖമാണ്. ദുഃഖമൊക്കെ അങ്ങ് പോവും. കർത്താവ് ഒഴുക്കിയ കണ്ണുനീരിന്റെ വില എന്ന് പറയുന്നത് നമുക്ക്, അതുകൊണ്ട് നാം ആ കരയുന്ന കർത്താവിനെ കാണും, കരഞ്ഞ കർത്താവിനെ കാണണം. പലപ്പോഴും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ലാസറേ പുറത്തുവാ എന്ന് വിളിച്ചു പറയുന്ന കർത്താവിനെയാണ്. അതിന് കഴിയും, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയും. പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ അത്ഭുതവും ആശ്വാസവും ഞാൻ പറയുന്നത്, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ട് കരയുന്നവനാണെന്നുള്ളതാണ്. അതൊരു വലിയ ആശ്വാസമാണ്. കർത്താവിന്റെ കണ്ണുനീര്, കർത്താവിന്റെ കണ്ണുനീര് ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ സങ്കടങ്ങളിൽ കണ്ണീരിന്റെ കർത്താവിന്റെ കണ്ണുനീര് ഇന്നും നമുക്ക് കഴിയാനായിട്ട് കഴിയും. അത് വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധത്തിലിരിക്കും. അത് തിയോളജി പഠിച്ചുകൊണ്ട് മാത്രം വരുന്നതല്ല. അത് കർത്താവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്നവർക്ക് കർത്താവിന്റെ കണ്ണുനീരിന്റെ ചൂടറിയാനായിട്ട് സാധിക്കും. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വിലയേറിയ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്ര സ്വഭാവമുള്ളതാണ്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാം അതങ്ങനെ കണ്ടെന്ന് വരികയില്ല. ഇപ്പൊ ഈ അധ്യായത്തിന്റെ 45, 46 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 45, 46 വേറെ ഒരാൾ 12-ാം അധ്യായത്തിന്റെ 11, 19 വായിച്ചേ. അപ്പൊ നോക്കണേ, പ്രതികരണങ്ങളാണ്. പലരും അവനിൽ വിശ്വസിച്ചു. കർത്താവിന്റെ ഉപദേശങ്ങളിലും കർത്താവ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർത്താവിന്റെ ചില നന്മകളും ഒക്കെ കണ്ട് ചില ആളുകൾ വിശ്വസിക്കും, അവർ കർത്താവ് വിശ്വസിക്കും. പക്ഷേ മറ്റു ചിലരെന്താ ചെയ്യുന്നത്? അവരിതെല്ലാം കണ്ടിട്ട് അടിച്ചു പിടിച്ച് പറഞ്ഞത് പരീക്ഷന്മാർ പറഞ്ഞു, കേട്ടോ ചത്ത ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞു. അവരോട് അവനെ നമുക്ക് കൊല്ലണ്ടെന്ന് പറഞ്ഞു, അവനെ നമുക്ക് കൊല്ലണമെന്ന് പറഞ്ഞു. പരീക്ഷന്മാരൊക്കെ പറഞ്ഞു, ഈ പാർട്ടിയുടെ പുറകെ എല്ലാവരും പോയി, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ഇവനെയും കൊന്ന് ഈ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കാന്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന അതിശയങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിന്റെ കരുണയൊക്കെ കണ്ടിട്ട് എല്ലാവരും സ്തോത്രം എന്ന് പറയും. സ്തോത്രം പറയുന്നത് ചിലർ പോലും വെറുതെ സ്തോത്രം പറയുന്ന, ശ്രദ്ധിച്ചാൽ അറിയാം അവർ സ്തോത്രം എന്നല്ല പറയും, സൂത്രം എന്നാ പറഞ്ഞ. അവർ സ്തോത്രം എന്നൊന്നും അല്ല പറയും. ആളുകൾ അങ്ങനെയൊക്കെ നമ്മളൊക്കെ വന്ന് പറയുന്നു, ഓ വളരെ ദൈവം സൗഖ്യം തന്നു, അത്ഭുതം അത്ഭുതം അത്ഭുതമാണ്. എന്നിട്ട് അവർ പറയും സൗഖ്യം കൊടുത്തു, കാണിച്ചു തരാമെന്ന് പല്ലിറുമ്പി പറയുന്നവരുണ്ട്. ഈ ലാസറെ കൊല്ലണമെന്ന് പറഞ്ഞ മനുഷ്യരുടെ മനോഭാവം എന്തായിരിക്കും? യേശു ക്രിസ്തു മരിച്ചവനെ ഉയർപ്പിച്ചു, അതിന് കഴിവുള്ളവനാണെന്ന് ആളുകൾ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ആ മരിച്ചവനെ നമ്മൾ എന്ത് ചെയ്യണം? തെളിവ് തൊണ്ടി തട്ടിക്കളയെന്ന് പറയില്ലേ? ലോക ചരിത്രത്തിലെ ചില വലിയ വലിയ കേസുകളൊക്കെ തൊണ്ടി വിഴുങ്ങിയാണ്. അന്നചാണ്ടി എന്ന് പറഞ്ഞ ഒരു ജഡ്ജി ഉണ്ടായിരുന്നത് കേട്ടിട്ടില്ലേ? നടന്നാന്ന് പോലും എനിക്കറിയില്ല, അവരെ പറ്റി പറയുന്ന ഉണ്ട് വിഴുങ്ങിയെന്ന്. വളരെ പ്രശസ്തമായ ഒരു കേസാണ്. തോക്കൊണ്ട് വെടിവെച്ച ഒരാളെ കൊന്നതാണ്. തോക്കും പിടിച്ചു, ഉണ്ടയും പിടിച്ചു. അവസാന ദിവസം എനിക്ക് ആ ഉണ്ടയൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. കാണിക്കാമെന്ന് ഞാൻ തോന്നുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഈ ഉണ്ട ഈ തോക്കിൻ്റെ അകത്തിട്ട് കാണിക്കാമെന്ന് ചോദിച്ചു. 100 പ്രാവശ്യം ഇട്ടതാ, ഉണ്ടയുടെ നോക്കിട്ട് പോകില്ല. ഈ ഉണ്ട തോക്കിൻ്റെ അകത്ത് പോകില്ല. അവൾ ചോദിച്ചു, പിന്നെ എങ്ങനെ എവിടെ വയ്ക്കുന്നത്? അവൾ പറഞ്ഞു, കേറാത്ത ഉണ്ട കൊണ്ട് വെടിവെച്ചെന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കുന്നു?
കള്ളക്കേസ് എന്ന് പറഞ്ഞു. കള്ളക്കേസ്. അവളുടെ ജീവനത്തിൽ എഴുതിയപ്പോൾ അവള് പറഞ്ഞു ആ ഉണ്ട ഞാൻ വിഴുങ്ങിയതായിരുന്നു. നിമിഷ നേരം കൊണ്ട് ആ ഉണ്ട അവൾ വിഴുങ്ങിയിട്ട് അവിടെ കയ്യിൽ നിന്ന് വേറൊരു ഉണ്ട എടുത്തു കൊടുത്തു. ഇതൊക്കെ മാജിഷ്യൻസ് കാണിക്കുന്ന പോലെ നിമിഷം കൊണ്ട് അവളത് കാണിച്ചു. നേരത്തെ പറഞ്ഞില്ല, അവിടെ ജീവനത്തിൽ എഴുതി വെച്ചിട്ടാ പോയത് ആ ഉണ്ട ഞാൻ വിഴുങ്ങിയതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ചില കേസുകളുടെ തെളിവൊക്കെ ഇങ്ങനെയൊക്കെയാണ്. വളരെ രസകരമായ സംഭവം അല്ലേ? ചിലർ കൊല്ലാനും കൊലപാതകം ചെയ്യാതിരിക്കാനും ഒക്കെ അങ്ങനെ ശ്രമിക്കും. പല കേസുകളും ജയിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ കർത്താവിന്റെ അടുക്കൽ മാത്രം ഇതൊന്നും നടക്കില്ല. കർത്താവിന്റെ അടുക്കൽ മാത്രം നടക്കില്ല. കാരണം കർത്താവ് ജനുവിനാണ്. തട്ടിപ്പ് കൊണ്ടും വെട്ടിപ്പ് കൊണ്ടും കേസ് ജയിക്കാതിരിക്കുന്ന ഒരാളല്ല. കർത്താവ് നമ്മോട് സഹതപിച്ചാൽ അത് സഹതാപം തന്നെയാണ്. ദൈവം തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചിലപ്പോൾ അതിശയങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഞാനൊരു അതിശയമായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നടന്ന വലിയൊരു അതിശയമാണ് എൻ്റെ അപ്പച്ചൻ്റെ ക്യാൻസർ സൗഖ്യമായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഡോക്ടർ രമേഷ്, അതുപോലെ ഫിലിപ്പ് അഗസ്റ്റിൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരൊക്കെയാണ് ചെയ്തത്. ഞാൻ ഡോക്ടർ രമേഷിനോട് ചോദിച്ചു, ഡിസ്ചാർജ് ചെയ്തപ്പോൾ ചോദിച്ചു, ഡോക്ടർ ഇനി അപ്പച്ചനെ കൊണ്ട് എന്നാ വരേണ്ടത്? അപ്പച്ചനെ കൊണ്ട് വരിക, അങ്ങനെ കാര്യം സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 മാസം ജീവിച്ച ഭാഗ്യം, 2 മാസത്തിനുള്ളിൽ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, അപ്പച്ചനെ കൊണ്ട് പോകണം. എന്തെങ്കിലും ഒന്നും പറ്റി നോക്കണ്ടെന്ന് പറഞ്ഞു. ഡയബറ്റീസ് നോക്കണ്ട, പ്രഷർ നോക്കണ്ട, ഒന്നും നോക്കണ്ട. അപ്പച്ചൻ എന്താണെന്നോ ഇഷ്ടമുള്ളത് കൊടുത്തോളാൻ പറഞ്ഞു. അലുവയോ എന്ത് വേണമെങ്കിലും കൊടുത്തോളാം. അപ്പച്ചന് ഇനിയിപ്പോ 2 മാസം കൂടി ജീവിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ വന്ന് അപ്പച്ചന് അലുവയൊക്കെ കൊടുക്കും. അപ്പച്ചൻ പറയും, എൻ്റെ മോനെ, ഞാൻ പണ്ട് നിന്നോട് ഇച്ചിരി നിങ്ങൾ അലുവ തിന്നുമ്പോൾ എന്റെ വായു വെള്ളം വന്നിട്ട് ഒരു ശകലം അലുവ എനിക്ക് തരാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് തരില്ല. ഇപ്പൊ ഇത്രയുള്ള കഷ്ണങ്ങൾ നിങ്ങൾ പറഞ്ഞ് തിന്നോളം പറഞ്ഞു. അപ്പച്ചാ ഡോക്ടർ പറഞ്ഞ എല്ലാ അസുഖവും പോയെന്ന്. അപ്പച്ചൻ കഴിച്ചോളാം പറഞ്ഞു. ഞാൻ പറയാണ്, 7 കൊല്ലം കഴിഞ്ഞ അപ്പച്ചൻ മരിച്ചത്. അപ്പച്ചന് ക്യാൻസർ വന്നല്ല മരിച്ചത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ ദൈവാധിശയം ചെയ്തു, അല്ലാതെ ഏതെങ്കിലും അത്ഭുത പ്രവർത്തനം വന്നൊന്നുമില്ല. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അച്ചാനുണ്ടായിരുന്നു. അച്ചാൻ ഇങ്ങനെ രോഗശാന്തി, അത്ഭുത രോഗശാന്തി ഉള്ളതെന്ന് പറഞ്ഞ് ഒരിക്കൽ വന്നു. എൻ്റെ അപ്പച്ചൻ്റെ തലയിൽ കൈ വെച്ച്, ക്യാൻസർ ഏപ്പുറത്ത് പോകും, നിന്നെ സൗഖ്യമായി. അപ്പച്ചനോട് പറഞ്ഞു സൗഖ്യമൊക്കെ ആയെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചാകുകയും ചെയ്തു. അപ്പച്ചൻ 7 കൊല്ലം ജീവിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയും, അതിൽ ഇറക്കി വിട്ട ഭൂതം അങ്ങോട്ട് കയറിയാന്നോ ഇല്ലയോ, ആർക്കറിയാം. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യും. അപ്പച്ചൻ പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അതേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞതാണ് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ്. അത്ഭുതങ്ങൾ ഇന്നും ചെയ്യുന്ന ആളാണ്. അതെ. പക്ഷേ ഭൂരിഭാഗം ആളുകളും മറുതലിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ എന്നും പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചില്ലേ നമ്മൾ നിരാശരാകും. കാരണം എന്താ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണം വരുമ്പോ നിരാശിതരാകും. ചിലർ നമുക്ക് ശത്രുക്കളാകും. അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം കർത്താവിന്റെ ശത്രുക്കളായി. ലാസറിനെ കൊല്ലെന്ന് പറഞ്ഞു, ഇതൊരു കാര്യം സാധിച്ചു, എങ്ങനെയാ കർത്താവിനെ ഒതുക്കുന്നുള്ള ചിലർക്ക് അസൂയ ഉണ്ടാകും. ചിലർക്കെങ്കിലും ഉള്ള വിചാരം, ഒരു അതിശയം നടന്നിരുന്നുവെങ്കിൽ ആയിരങ്ങൾ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയിൽ വരുമായിരുന്നു എന്നാണ്. വെറുതെയാ, പലപ്പോഴും ഉണ്ടാകുകയില്ല. കാരണം ഇത് അത്ഭുതങ്ങളുടെ കാലമല്ലല്ലോ. അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത പ്രത്യേകതയാണ്. ഇന്ന് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത് ഏതെങ്കിലും അത്ഭുത രോഗശാന്തിക്കാരനല്ല എൻ്റെ അപ്പച്ചനെ സൗഖ്യമാക്കിയത്, കർത്താവാണ്. ഇന്നും കർത്താവ് അങ്ങനെ സൗഖ്യങ്ങൾ വരുത്തുന്ന ആളാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന കേൾക്കുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ വചനത്തിലാണ് നിലനിൽക്കേണ്ടത്. അതിശയങ്ങളിലും അത്ഭുതങ്ങളിലും ആശ്രയിച്ചല്ല നിൽക്കേണ്ടത്. നമ്മൾ ആശ്രയിക്കേണ്ട കർത്താവിലാണ്, കർത്താവിന്റെ വചനത്തിലാണ്. ലാസറെ പുറത്തുപോയ എന്നുള്ള വചനം ആവർത്തിക്കപ്പെടുന്ന വചനമല്ല. ഇനിയത് ആവർത്തിക്കും. ഒരു ദിവസം കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും, പുറത്തു പോകാന്നുള്ള ശബ്ദം കേൾക്കും. അന്ന് ഈയിറങ്ങി വരുന്ന പോലെ എല്ലാ വിശുദ്ധന്മാരും എന്ത് ചെയ്യും? ദുരിതരാന്ന് കല്ലറകളിൽ നിന്ന് പുറത്തു വരും. അതെ, ലാസറെ പുറത്തു പോയ എന്നുള്ളതായിരിക്കുന്ന ശബ്ദം. അങ്ങനെ പല പ്രിയപ്പെട്ടവരും മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ഭാര്യമാരും അമ്മമാരും ഒക്കെ കരയുന്ന കരച്ചിൽ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ചിലപ്പോൾ ഉയർപ്പിച്ചേനെയാണ്. കർത്താവ് ഉണ്ടല്ലോ, കർത്താവൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. കർത്താവ് ഉയർപ്പിക്കുന്നില്ല. അതിശയങ്ങൾക്ക് പരിമിതമായ സ്വാധീനമേ ജനത്തിന്റെ മേലുള്ളൂ. അതിശയങ്ങൾക്ക് ജനത്തിന്റെ മേൽ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ അവർ ലാസറെ കൊല്ലാൻ ആലോചിക്കുമായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് ലാസറെ ഉയർപ്പിച്ചതായിരിക്കുന്ന കർത്താവ് അവിടെ ഇല്ല. ലാസറെ അവർ വീണ്ടും കൊന്ന കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? ലാസറെ പുറത്തു പോവാ, ഉയർക്ക് ലാസറെ എന്ന് പറഞ്ഞാൽ ഉയർത്തു വരും. അതവർ ചിന്തിച്ചോ? ചിന്തിച്ചില്ല. തലതിരിഞ്ഞ ചിന്തയേ ഉള്ളൂ, സുബോധമില്ലാത്ത ചിന്തയേ ഉള്ളൂ. നേരെ ചൊവ്വയൊന്നും അവർക്കാർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല.
അപ്പൊ നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ അതിശയകരമായി സൗഖ്യമാക്കി, അല്ലെങ്കിൽ ദൈവം നമ്മുടെ മക്കളെ അതിശയകരമായിട്ട് അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത നന്മ നമുക്ക് വന്നു, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ വിചാരിച്ചു എല്ലാവരും ദൈവത്തെ സ്തുതിക്കും. വെറുതെ. കുറച്ചുപേര് അസൂയം കൊണ്ട് നടക്കും, കുറച്ചുപേര് എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെയാ ആളുകളുടെ പ്രതികരണമൊക്കെ. അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും നാം ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യരെ മനസ്സിലാക്കിയാൽ മതി. ലാസറിനെ ഉയർപ്പിച്ചിട്ട് ലാസറിനെ വീണ്ടും കൊല്ലണമെന്ന് പറഞ്ഞ പാർട്ടികളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട്. കർത്താവിനെല്ലാം സാധിച്ചു പോകും, നമുക്കൊന്നും സാധിക്കുന്നില്ല, നമ്മുടെ മതം അങ്ങനെ അവസാനിക്കും, നമ്മുടെ സ്ഥാനം പോകും, നമ്മുടെ പേര് പോകും എന്ന് പറഞ്ഞ പരീക്ഷന്മാരാണ്. കർത്താവിനെ കൊന്നിട്ട് വേണം അവർക്ക് അവരുടെ പേരും പെരുമയും നിർത്താൻ. അതിനാ സന്നിഹിത സംഘത്ത് കൂടി വല്ലതും സാധിച്ചു? അവർക്കൊന്നും സാധിച്ചില്ല. കർത്താവിനെ തടയാൻ സാധിച്ചോ? കർത്താവിന്റെ കല്ലറയെ മുദ്ര വെക്കാൻ സാധിച്ചെന്നല്ലാതെ കർത്താവിനെ തടയാൻ സാധിച്ചില്ല. ഇല്ല. അതുകൊണ്ട് ആളുകളുടെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ചില സമയങ്ങളിൽ ആളുകളുടെ പ്രതികരണം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെയൊക്കെ ആളുകളുണ്ടോ? നമ്മൾ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. ഉയർപ്പിച്ച ലാസറിനെ കൊല്ലണമെന്ന് പറഞ്ഞ ടൈപ്പിലുള്ള ആളുകൾ അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. നമുക്ക് നന്മ വരുമ്പോൾ അത് സന്തോഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ കരയുന്നവർ കാണും, നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നവർ കാണും. അവർക്കൊക്കെ പരിമിതികളുണ്ട്. അവർക്കൊക്കെ 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അവരവരുടെ ജോലിക്ക് പോകും. അല്ലേ? നമ്മൾ പോയിരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. രാവിലെ കൊണ്ട് നമ്മൾ ശവസംസ്കാരം കഴിഞ്ഞ് കൊണ്ട് കല്ലറയെ കൊണ്ട് വെക്കും. എവിടെയാണെന്ന് കൊണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ജോലിക്ക് പോകില്ലേ? പിന്നെ അവരെ പറ്റി ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും ചിന്തിച്ചെങ്കിലായി. സഭ പിന്നെ ഒരു ദിവസം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒരു ദിവസം പ്രാർത്ഥനയോ വീട്ടിൽ വെക്കും. അതുകൊണ്ട് തീർന്നില്ലേ? നമുക്ക് അത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആളുകളുടെ പ്രതികരണം നമ്മളങ്ങ് നേരത്തെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ലാസറിന്റെ കഥ വായിച്ചപ്പോഴാണ് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അവർ അങ്ങനെയൊക്കെ ചെയ്താൽ അതിൽ അതിശയിക്കും കൂറേണ്ട ആവശ്യമേ ഇല്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം. നമുക്ക് അത്രേ കഴിയത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് കഴിയില്ല. 4-മതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങളുടെ ഫലം ദൈവത്തിന്റെ മഹത്വവും ദൈവിക പരിപാടികളുടെ അനുഗ്രഹവുമായിരിക്കണം. 11-ാം അധ്യായത്തിന് 4-5 വാക്യം വായിച്ചേ. കർത്താവ് പറയുന്നതാ. അപ്പൊ പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ലെന്ന് പറഞ്ഞു. ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ചു. പിന്നെന്താ മരണത്തിനായിട്ടല്ലെന്ന് പറഞ്ഞു? ഈ രോഗം ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് പറയുന്നത്, ഇത് മരണമെന്ന് പറയുന്നല്ലോ, ഈ രോഗമല്ല വേറെ രോഗം വന്ന് മരിക്കും. വെള്ളത്തിൽ വീണാകാം, തീയിൽ വീണാകാം, കാറ് മുട്ടിയാകാം, റോഡ് ക്രോസ് ചെയ്യുമ്പോഴാകാം, കട്ടിലേക്ക് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോഴാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും? മരണമെന്ന് പറയാൻ പല വിധത്തിൽ വരും. പക്ഷേ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്റെ മരണം കൊണ്ട് എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നോ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ജീവനോടിരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. കർത്താവേ, ഞാൻ മരിക്കുന്നത് നിന്റെ മഹത്വത്തിന് വേണ്ടി. അത്രേ ഉള്ളൂ എനിക്ക് ചോദ്യം. എന്റെ മരണത്തെക്കുറിച്ച് അത്രേ ഉള്ളൂ. എങ്ങനെ മരിക്കുന്നൊക്കെ നീ നിശ്ചയിച്ചോ. പക്ഷെ എന്റെ മരണം ഏതെങ്കിലും വിധത്തിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ നാമത്തിന് ഒരു അപമാനം വരുന്ന ഒരു മരണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്റെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടണം. എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. ലാസറിനെ കുറിച്ച് അത് പറഞ്ഞപ്പം 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും ബോധ്യമായോ എങ്ങനെയാ ദൈവത്തിന് നാം മഹത്വപ്പെടാൻ പോകുന്നു? അവർക്കറിയില്ലായിരുന്നു. കർത്താവ് ലാസറെ പോയി ഉയർപ്പിക്കുന്നു, അതിന്റെ ഫലമായിട്ട് ദൈവനാമഹത്വം ഒന്നും അറിയില്ല. കർത്താവരോട് പറഞ്ഞു, ഈ രോഗം മരണത്തിന് വേണ്ടിയല്ല. നിങ്ങൾ ഈ രോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഈ രോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവമഹത്വത്തെ കുറിച്ച് ചിന്തിക്കണം. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞതായിരിക്കും ആൾ രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കണമെന്ന് ചോദിച്ചാൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനൊക്കെ മരിച്ചു പോയേനെ. എന്നോട് പ്രായമായി തനിക്ക്. പക്ഷെ താൻ മരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒറീസയിൽ 1000-10,000 രക്ഷിക്കപ്പെടാനിടയായി. ഇന്ന് ആ ഭാഗത്ത് എന്നാൽ 100 കണക്കിന് സഭകളുണ്ടെന്നാണ് എന്നൊരാൾ പറഞ്ഞത്. ഗോതമ്പ് മണി നിലത്ത് വീട് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്ന ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ദൈവത്തിന്റെ സഭയുടെ പരിപാടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ആയിത്തീർന്നു. അതൊരു സത്യമാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ 2 കുഞ്ഞുങ്ങൾ വെന്ത് മരിച്ചു എന്നുള്ളത് ഭയങ്കരമാണ്. അതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഗ്ലാഡിസ് എങ്ങനെയത്, ആ മകളും എസ്തേറോ, മകളുടെ പേരെന്തായിരുന്നു, അവരെങ്ങനെയത് സഹിച്ചു നമുക്കറിയില്ല. മാനുഷികമായി പറഞ്ഞാൽ കത്തിച്ചെറിഞ്ഞതായിരിക്കുന്ന
ആ ശരീരങ്ങൾ കണ്ടപ്പോൾ അവർ എങ്ങനെ സഹിച്ചു അറിയില്ല. പക്ഷേ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ അവർക്ക് ദൈവം കൃപ കൊടുത്തു. ദൈവത്തിന് അപ്പൊ നമ്മളും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ മരണം എങ്ങനെയായാലും വരും. 83 വയസ്സുള്ള ഞാൻ ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ എത്ര ശ്രമിച്ചാലും ജീവിച്ചിരിക്കും, ഞാൻ എത്ര ആഹാരം ശ്രദ്ധിച്ചാലും ജീവിച്ചിരിക്കില്ല ഒത്തിരി കാലം. ഒരു പരിമിതി ഉണ്ടല്ലോ എങ്ങനെ ആയാലും. വളരെ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും ദൈവകൃപ കൊണ്ട് 100 തികച്ചെന്ന് വരാം. എന്റെ കാര്യത്തിൽ എത്ര ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ മനുഷ്യൻ അങ്ങനെ ശ്രമിച്ചാൽ 7, 10 ഏറെ ആയാലും 80 എന്ന് പറയും. ചിലർ അങ്ങനെ കൂടുതൽ പോയാൽ എന്നാലും മരിക്കുമല്ലോ, എന്നാലും ഒരു ദിവസം സംഭവിക്കുമല്ലോ. അപ്പൊ മരിക്കുന്നു എന്നുള്ളതല്ല, അത് സാധാരണ സംഭവമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്നു, ആ മരണം നിശ്ചയിച്ചാണ്. പക്ഷെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ മരണം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമോ അപമാനിക്കപ്പെടുമോ? അതാണ് ചോദ്യം. ചില ശവസംസ്കാരങ്ങൾ കഴിഞ്ഞ് സന്തോഷത്തോടെ പോരുന്നത്, കാരണം ദൈവത്തിന് മഹത്വത്തോടെ വെളിപ്പെട്ടു. ചില ശവസംസ്കാരങ്ങൾ കഴിഞ്ഞ് ദുഃഖത്തോടു കൂടെയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആരും കരഞ്ഞില്ലെന്നുള്ളത് സന്തോഷമാണ് ദുഃഖമാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ മരിച്ചിട്ട് ഭാര്യയും മക്കളും ആരും കരഞ്ഞില്ല, എല്ലാവരും സന്തോഷിച്ചിട്ട് സജ്ജ ഒഴിഞ്ഞാക്കുന്ന ബന്ധപ്പെട്ടില്ലായിരിക്കുന്നത്. പ്രത്യാശയാന്നൊക്കെ ആള് പറയാറുണ്ട്. സ്തേഫാനോസ് മരിച്ചപ്പോൾ വലിയൊരു പ്രലാപം കഴിച്ചു എന്നാണ്. ഭക്തനായ സ്തേഫാനോസ് മരിച്ചപ്പോൾ വലിയൊരു പ്രലാപം കഴിച്ചു എന്നാണ്. ലാസർ മരിച്ചപ്പോഴും അവർ വളരെ കരഞ്ഞു എന്നാണ്, അല്ലേ? അങ്ങനല്ലേ? ഇന്നത്തെ ഭക്തി അങ്ങോട്ട് കൂത്തിട്ട് നമ്മളെന്താ പറയുന്നത് അറിയാമോ? ആര് മരിച്ചാലും കരയുന്നതല്ല, ചിരിക്കുക. ആ വിധവ ശവത്തിന് മുന്നേ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, ചായം മരിച്ചുപോയി, ചായം മരിച്ചുപോയി, ചായം മരിച്ചുപോയി, പ്രത്യാശയുണ്ട് കാണാവുന്നുള്ളത്. ഞാനത് സന്തോഷിക്കുന്ന ഒരാളല്ല. ശലോമൻ പറഞ്ഞ് ജനന വീട്ടിൽ പോകുന്നതിനേക്കാൾ മരണ വീട്ടിൽ പോകുന്നത് നല്ലത്. ഈ മരണ വീട്ടിൽ പോകുന്നതിന്റെ പ്രത്യേകത എന്താ? ആളുകൾ കരയുന്ന കാണുമ്പോൾ നമുക്കും കരച്ചിട്ട് വരും. നമ്മുടെ ഹൃദയത്തിന് കുറച്ച് ഒക്കെ പുറത്തേ ആടും. കരയേണ്ടടുത്ത് കരയണം. അങ്ങനെ കരയുന്നവരോടുകൂടെ കരയണമെന്നല്ല. ഇന്നിപ്പോ കരയണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുന്നവിടെ ചിലപ്പോൾ നമ്മൾ ചിരിച്ചിട്ടാ പോരുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യൻ കരയുന്ന കണ്ടിട്ട് വിട്ട് കരയാൻ. ഒരു മനുഷ്യനെ മുഖത്ത് നോക്കിയിട്ടും യാതൊരു ഒരു ദുഃഖവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല, ഒരു തർക്കവും. അങ്ങനെ കാര്യമുണ്ടോന്ന് ഞാൻ വിചാരിക്കും. കിടന്ന് ജാതികളെ പോലെ കരയരുന്നല്ലേ? അങ്ങനെയല്ലേ? പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന വാക്യം. പ്രത്യാശയില്ലാത്ത ജാതികളെ നെഞ്ചത്തടിച്ച് അയ്യോ എനിക്കിനി ആരുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ള കരച്ചിലല്ല. പുനരുത്ഥാനത്തിന്റെ ആ പുലരിയിൽ കാണാമെന്നുള്ള പ്രത്യാശ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ബുദ്ധിപദേശം തരികയും ഒക്കെ ചെയ്തതായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ. ഇനി അത് തരുവാനായിട്ട് ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. അത് ദുഃഖമില്ലേ? അത് ദുഃഖം. കർത്താവിനാ കരഞ്ഞത്. ലാസർ ഉയർപ്പിക്കാൻ പോകുന്ന കർത്താവിന് അറിയത്തില്ലേ? താൻ എന്താ ചെയ്യാൻ പോകുന്ന കർത്താവിന് അറിയത്തില്ലേ? അപ്പൊ താൻ ലാസറെ ഉയർപ്പിക്കാനായിട്ട് പോവുകയാന്ന് അറിഞ്ഞ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ലാസറെ പുറത്തു പോവാന്ന് പറഞ്ഞ എങ്ങനെ? ലാസറെ പുറത്തു പോവാ ഇതായിരിക്കും പറഞ്ഞത്. കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. മരണത്തിന്റെ ദുഃഖം കരഞ്ഞു തന്നെ ഹൃദയത്തെ ക്ലിയർ ആക്കണം. ഇന്നിപ്പോ ആളുകൾ മരിക്കുമ്പോൾ, ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയെ കരയാൻ അനുവദിക്കില്ല ആളുകൾ. ഈ വിശ്വാസം ഇല്ലാത്തവള, പ്രത്യാശ ഇല്ലാത്ത. അതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? 2 ആഴ്ച കഴിയുമ്പം മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. ഇത് ഉള്ളിൽ ഒതുക്കിയതെല്ലാം കൂടെ വന്നിട്ട് ആളുകൾ മരിച്ചാൽ ഷോക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകും. ഒരു മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സ്റ്റേജാണ് ഷോക്ക്. ആ സമയത്ത് നന്നായി കരഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഷോക്ക് ഫേസ് ചെയ്യാൻ കഴിയൂ. അല്ലാത്തവരെ അവരെ മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് പിന്നെ സൈക്യാട്രിസ്റ്റിനെ കാണണം, മരുന്ന് കഴിക്കണം, ഉറങ്ങണമെങ്കിൽ മരുന്ന് കഴിക്കണം, ഇതൊക്കെ ചെയ്യണം. ഷോക്ക് കഴിഞ്ഞാൽ ഗ്രീഫ് എന്ന് പറഞ്ഞ ദുഃഖം. ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് പോയി, ഞാൻ അങ്ങനെ ജീവിക്കുന്നത് ഇപ്പം മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രാവിലെ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇനി ശവം കൊണ്ടാണല്ലോ വന്നത്. മക്കളുടെ വിവാഹത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? അത് ഭയങ്കര ഷോക്കാണ്. അങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. ആ ആൽബമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി കരയും. ഒക്കെ ഓർത്ത് കരയും. ആ ഗ്രീഫിന്റെ കാലഘട്ടം വളരെ വിലയേറിയ ഒരു കാലഘട്ടമാണ്. അത് കരയണം, അത് ഓർത്ത് കരയണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ ഷോക്കിന്റെ സമയത്തും ഗ്രീഫിന്റെ സമയത്തുമാണ് സഭ അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത്. ആരെങ്കിലുമൊക്കെ എന്നും ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത്.
അല്ലാതെ ശവസംസ്കാരം കൊണ്ട് ശവം കുടിച്ചിട്ട് ചെല്ലാനോ അവനവൻ്റെ പാട്ടിന് പോകും. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാർ മരിച്ചു, മക്കൾ കഴിച്ചു, ഓരോന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ മെന്റൽ ഷോക്ക് ഉണ്ടായിട്ട് മാനസിക ആശുപത്രികളെ സൈക്യാട്രിസ്റ്റിനെ അഭയം ചൊല്ലി ഡ്രഗ്സ് എടുത്ത് ദുഃഖിച്ച് കരഞ്ഞവരുടെ ജീവിതത്തെ അങ്ങനെ ഷോർട്ടൺ ചെയ്യുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. അത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ പ്രവർത്തിക്കണം. നമ്മുടെ മരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതൊരു വലിയ ചിന്തയാണ് കേട്ടോ. മരിക്കുന്ന സ്ഥലത്ത് മരിക്കുന്നവരെ പറ്റി ഒരുപാട് കാര്യം പറയേണ്ട ആവശ്യമില്ല. ദൈവത്തെ പറ്റി പറഞ്ഞാൽ മതി. ദൈവത്തെ പറ്റി പറഞ്ഞാൽ മതി. മരിക്കുന്നവരെ പറ്റി ഒന്നും പറയുന്നതല്ല. യൂറോളജി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ സ്പീക്ക് വെല്ലെന്ന ഗ്രീക്ക് ഭാഷയിലെ EU ചേർത്ത് വരുന്ന, ഇംഗ്ലീഷിലും അങ്ങനെ EU ചേർത്ത് വരുന്ന എല്ലാ വാക്കുകളൊന്നും അല്ല. യുത്തനേഷ്യ, യൂറോളജി, യൂക്കറിസ്റ്റ്, അങ്ങനെ എല്ലാ വാക്കുകളും നല്ല അർത്ഥത്തിലാണ്. സ്പീക്ക് വെൽ എന്നാണ്. സ്പീക്ക് വെൽ. മരിച്ചവരെ പറ്റി നല്ലതേ പറയൂ. എത്ര മോശമായവരെ പറ്റി നല്ലതേ പറയൂ, അല്ലാതെ പറയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, അതെങ്കിലും പറയാണ്. 2 തെമ്മാടികൾ, വെറും തെമ്മാടികൾ ചേട്ടൻ വരും. ഇന്നത്തെ നിലയിൽ പറഞ്ഞ അവര് ബാങ്ക് കൊള്ളിയും കത്തിക്കുത്തും ഒക്കെ ആയിട്ട് നടക്കുന്നവരാ. ചേട്ടനെ ഒരാളെ കുത്തിക്കൊന്നു. അപ്പൊ പിന്നെ അന്യം തന്നെയായി. ചേട്ടന്റെ ശവസംസ്കാരത്തെ കുറിച്ച് അച്ഛനോട് ഇന്ന് സംസാരിച്ചു. പള്ളി മെമ്പേഴ്സൊക്കെയാണ്. അച്ഛൻ എനിക്കൊരാഗ്രഹം, അച്ഛൻ അറിയാമല്ലോ എൻ്റെ ചേട്ടൻ മഹാ തെമ്മാടിയായിരുന്നു, അറിയാം. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ പറഞ്ഞാട്ട്, എൻ്റെ ചേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നൊരു വാക്ക് അച്ഛൻ ശവസംസ്കാരത്തിന്റെ സമയത്ത് വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ അതിന് അച്ഛൻ 25,000 രൂപ തരും. ചെക്ക് എഴുതി അന്നേരമേ കൊടുത്ത് 25,000 രൂപ. ഒറ്റ വാക്ക് പറയണം, ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇത്ര കേട്ട അച്ഛൻ പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. ശവസംസ്കാരത്തിൽ അച്ഛൻ പറഞ്ഞത് മുഴുവൻ അനിയനെ പറ്റിയാണ്. ഈ അനിയനെ ഇതുപോലെ തല്ലിപ്പൊളിയനും തെമ്മാടി ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ ആ അനുജനേക്കാൾ ഈ ചേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അത് പറഞ്ഞല്ലേ, നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണെന്ന് ചേട്ടനെ കുറിച്ച് പറഞ്ഞൊപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. അവർ നല്ല മനുഷ്യനാണെന്ന് പറയാനായിട്ട്. ഈ അനിയനേക്കാൾ അവൻ നല്ലവനായിരുന്നു. അപ്പൊ നമ്മളെ പറ്റി പറയുന്നതിന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ദൈവത്തെ മഹത്വപ്പെടുന്നതൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഇടയാകണം. നമ്മളെ പറ്റി അല്ല പറയേണ്ടത്. ഞാൻ പറയും, ഈ എബ്രഹാം തോമസ് എന്ന് പറഞ്ഞ ഒരു മണ്ടനായ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവം എത്ര വലിയ ദൈവമാണ്, എത്ര നല്ല ദൈവമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞവൻ. ഇതുപോലെയുള്ളതായിരിക്കുന്ന നിസ്സാരന്മാരായ ആളുകളെ തന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്നാ പറയേണ്ടത്. അല്ലാതെ ഈ മനുഷ്യത്തെ നല്ലവനാണെന്ന് പറയാനെന്നോ ശവസംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ മൂല്യങ്ങളൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറയും. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും ആത്യന്തികമായിരിക്കുന്ന ഫലം ദൈവത്തിന്റെ മഹത്വമായിരിക്കണം. ആത്യന്തികമായ ഫലം ദൈവ പരിപാടിയുടെ അനുഗ്രഹം ഉണ്ടാകണം. ലാസറെ ഉയർപ്പിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പരിപാടികൾ മുന്നോട്ട് പോകും. എന്നാൽ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത് എന്തെന്നാൽ കർത്താവിന്റെ മഹത്വത്തെക്കാൾ മനുഷ്യന്റെ മഹത്വവും പ്രശസ്തിയുമാണ് ശവസംസ്കാരത്തിന് പ്രസംഗിക്കപ്പെടുന്നത്. അതിനെന്ത് നുണ വേണമെങ്കിലും പറയും. മഹത്വം കർത്താവിന് പോയാൽ മതിയല്ലോ. എന്തൊക്കെ ആളുകളെ കുറിച്ച് പറയും. മരിക്കും, ദോഷമൊന്നും പറയേണ്ട, നല്ലത് പറഞ്ഞാൽ മതി. പക്ഷെ കർത്താവിനെ കുറിച്ച് വേണം കൂടുതൽ പറയാൻ, മരിച്ചവനെ കുറിച്ച് ആകരുത്. അപ്പോൾ നമ്മെ വലിയവരാക്കുന്നതിലല്ല, ദൈവം നമ്മിൽ വലിയവനാണ് എന്ന് പറയുന്നതിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വളർച്ച ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരിക്കണം. ദൈവത്തിന്റെ മഹത്വമായിരിക്കണം മെയിൻ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുമല്ലേ, ഇങ്ങനെ ഉണ്ടാകും. ഷുഗർ ഫാക്ടറി ചെന്ന് കഴിഞ്ഞാൽ ഷുഗർ ആണ് അതിന്റെ മെയിൻ പ്രോഡക്റ്റ്. പക്ഷേ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേറെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകും. ഷുഗർ ഫാക്ടറി ചെന്നാൽ മെയിൻ പ്രോഡക്റ്റ് ദൈവത്തിന്റെ മഹത്വമായിരിക്കും. അപ്പം ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ വേണം നമുക്ക്. മനുഷ്യന് മഹത്വം കൊടുക്കുന്ന ശുശ്രൂഷകളാകരുത്. മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞോ, നല്ല വാക്കുകൾ പറഞ്ഞോ, മോശം വാക്കുകൾ പറയണ്ട. പക്ഷെ അതിലുപരിയായിട്ട് പറയേണ്ടത് ഈ കിടക്കുന്ന ആളിനെ ജനിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ദൈവം എത്ര വലിയ ദൈവമാണ്, എത്ര വലിയ ദൈവമാണ്, എത്ര നല്ല ദൈവമാണ്. അതാ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ ബഥനി എന്ന് പറയുന്നതായിരിക്കുന്ന ആ സ്ഥലത്തിന് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ഒരു ബഥനി നമുക്കുണ്ടായിരിക്കട്ടെ. ബേഥാനിയുടെ അനുഭവം ഒരു വലിയ അനുഭവമാണ്.
ദൈവം നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിവാക്കുന്ന ഒരു സ്ഥലമായി കർത്താവിന് പലപ്പോഴും കടന്നു ചെന്ന് ആശ്വാസം പ്രാപിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമായി ബദരി ഇരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.